പാലു ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ അപ്പൊ നമ്മള് പോവാണ്. അപ്പൊ തുണി തയ്ച്ചു കൊടുക്കാം. അപ്പൊ പാലു പറഞ്ഞ പോലെ എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇത് പാലുവിന്റെ ആര്യയുടെ കല്യാണത്തിന് മുമ്പ് ഇവിടെ നമ്മുടെ ഇവിടെ അമ്പിളി നഗറിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഷോപ്പുണ്ട്, സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട്. വലിയൊരു ഷോപ്പാണ്, അവർക്ക് ഓൺ പ്രൊഡക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ 2-3 ഡ്രസ്സുകൾക്ക് തയ്ച്ചു കൊടുക്കുക, അല്ലാതെ ഞാൻ എടുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ലൂസായിരുന്നു. പിന്നെ ഓരോ തിരക്കുകൊണ്ട് അവിടെ തയ്ച്ച് വെച്ചിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയി മേടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അവിടെ കയറിയപ്പോൾ ഇട്ട് നോക്കിയിട്ട് വാങ്ങാന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു. അപ്പൊ പുതിയ ഡ്രസ്സുകളല്ല, പാലുകൊണ്ട് നേരത്തെ തയ്പ്പിച്ച ഡ്രസ്സുകളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഓരോ അസൗകര്യങ്ങളെ പോയില്ല. അപ്പൊ ഇന്ന് ഞാൻ പോടില്ല, ഉച്ചയ്ക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അത് തയ്ച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ തയ്ച്ചു വെച്ചേക്കാം. അപ്പൊ പാലുവിനെ ഒന്ന് ഇടിയിച്ച് നോക്കിയിട്ട് പട്ടുപാവാടയും 2 ഫ്രോക്കുകളൊക്കെയാണ് അവര് പാലുവിന് തയ്ച്ചു കൊടുത്തതും. പിന്നെ പറഞ്ഞാൽ ഞാൻ നേരത്തെ എടുത്തതാണ് ആര്യയുടെ കല്യാണ സമയത്ത്. അപ്പൊ അത് രണ്ടും ഒന്ന് പാലു ഒന്ന് ഇടിച്ച് നോക്കി വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പോകുന്നില്ല, ഇവരെ ചേട്ടനും പാലും കൂടെ പോകുന്നത്, 2 പേരും കൂടെ പോകും. അല്ലാതെ ഇനി ഞാൻ നാമം ചെല്ലാനൊക്കെ ഇരിക്കാൻ പോവാം. പിന്നെയും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ആക്കണം. അപ്പോൾ പിന്നെ പോയിട്ട് വരുമ്പോഴത്തേക്കും രാത്രിയാകും. അപ്പോൾ അതുകൊണ്ട് ഇവർ 2 പേരും കൂടെ അടുത്ത് തന്നെ അമ്പിളി നഗറിലേക്ക് കയറുന്ന വാടിക്ക തന്നെ. കടയുടെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവരവിടെ ചെല്ലുമ്പോൾ ആ കടയെ കാണിച്ചു തരും. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടെ പോയിട്ട് വരട്ടെ കേട്ടോ. അച്ഛനും പാലും കൂടെ പോയിട്ട് വേഗം മേടിച്ചോണ്ട് വാട്ടാ. ശ്രീജാന്റി തയ്ച്ചു വെച്ചിട്ടുണ്ട്. നാളെ പാലിന് പഠിത്തമില്ലല്ലോ, നാളെ പോകും. ഇന്ന് രാവിലെ അമ്മ പൂർണ്ണത്രശ്ശി പോയി. അപ്പൊ നാളെ പോവാട്ടെ അമ്പാട്ടിയില് വരാം. ഓക്കെ കേട്ടാ, ഇട്ട് നോക്കി കേട്ടോ പാച്ചോ. എന്തിട്ട് ടവല് തരൂല്ലേ? അത് ശരി. പാലുവിന് ജലദോഷമുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും ജലദോഷമുണ്ട്. പാല് കൊണ്ടുവന്നാ സ്കൂളിൽ നിന്ന്. അപ്പം എനിക്കും കിട്ടി, ചേട്ടനും കിട്ടി. ചേട്ടന് പനിയായിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച്, എനിക്ക് പിന്നെ ഞാൻ സ്വന്തം ചികിത്സയിലൊക്കെ ഇങ്ങനെ പോകണം. അപ്പോൾ പാലും ചേട്ടനും കൂടെ പോയിട്ട് വരട്ടെ. അവിടെ ഇരിക്കാൻ നോക്കിയപ്പോൾ 2-3 മാസമായി എനിക്ക് പോകാൻ പറ്റില്ല. ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ പോയത്. 8 മണിക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊക്കോ. കാറിനാണോ പോണത്? നടന്നോ? ശരി. സോയാബീൻ കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നു. സോയാബീൻ കറി അല്ലേ? ഗേറ്റ് തുറക്ക്. നമുക്കൊരു പണി, നമുക്ക് നടന്നു പോയാലോ പോലും? നടന്നു പോയാൽ മതിയാ? ഓക്കെ. വാ വാ വാ. വാ വാ. ചെരുപ്പ് നേരിട്ട്. ഇവിടെ തള്ളു പാലു. മതി. തയ്ച്ചു കഴിഞ്ഞത് ഇട്ട് നോക്കാൻ വന്നതല്ലേ? പറ വാച്ചു, ഇതിൽ ഉടുപ്പ് കഴിക്കാൻ വന്നല്ലേ? അല്ല
കല്ലെന്ത് കിടക്കുന്നു? എന്തോ വള്ളി ഉണ്ടായിരുന്നു, അത് മാറ്റിന്നാ തോന്നുന്നതെന്നാ പറഞ്ഞത്. നോട്ടെ പോലെ നോട്ടെ. ഇത് 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 ഇഷ്ടപ്പെട്ടോ? ഇനി വേറെ ഉണ്ടാ? ആ, വേറെ ഉണ്ട്. അപ്പൊ അതെടുത്തു. കറങ്ങിയാൽ ബാക്ക് നോക്കട്ടെ, ബാക്ക് നോക്കട്ടെ. ആ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതിങ്ങനെ കുറച്ചൊന്ന് പിടിക്കാം. കുറച്ച് കുറയ്ക്കണം അല്ലേ? ഇത് ഇതാണ് എന്താ പറഞ്ഞത്? ഇതൊന്നും ചെയ്യാനില്ല. ഇത് കുഴപ്പമില്ലല്ലേ? ആ ഒരു എല്ലോടെ മാത്രം കുറച്ച് എല്ലോടെ മാത്രം ആ കയ്യിന്റെ ഭാഗം അത് ഇച്ചിരി elastic ഉണ്ട്. അവിടെ ആ ചേച്ചി ചേട്ടാ യെല്ലോ മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ളൂ. എല്ലാം സ്കാനറും തരുമോ? തിരിപ്പിട്. ല്ലേ ഒരു ഉടുപ്പും കൂടി. കല്യാണത്തിന്റെ മട്ടും പാവാട ഇതൊക്കെ ഇട്ട് നോക്കിയാ പാച്ചു? ആ, ഇട്ട് നോക്കിയത്. ആ യെല്ലോ കളർ നാളെ തരാന്ന് പറഞ്ഞു. ആ ഒരു ഇവിടെ നിന്ന് താഴത്തോട്ടുള്ളത് എല്ലാം കടയിൽ നിന്ന് ഇട്ട് നോക്കിയതാ. പട്ടുപാവാട തേക്കാൻ കൊടുക്കണം. മറ്റേ കൊണ്ടോ ബാൻഡ് നേരെ വെച്ച്, ഇത് നേരെ വെച്ച് ബാൻഡ് കേറുന്നില്ലല്ലോ കൈ. അത് ഇട്ട് നോക്കിയില്ലേ? ഇട്ടാണ്. നോക്കട്ടെ. എലാസ്റ്റിക് ആയിരിക്കും. അല്ല അല്ല അമ്മ നോക്കട്ടെ, കൊണ്ടുവന്നേ. അപ്പം നമ്മൾ തയ്പ്പിച്ച വന്നുള്ളൂ. അപ്പൊ നമ്മള് ഇത് നമ്മള് പാല് തയ്പ്പിക്കാൻ പോയിട്ട് ഡ്രസ്സ് മേടിച്ചോണ്ട് വന്നെന്നാണ് പാല് പറയണത്. വന്നേ ഉള്ളൂന്ന്. അപ്പൊ ഒരു ഭക്ഷണം കഴിക്കാൻ പോ, ചേട്ടൻ നടക്കാൻ പോണം. ഭക്ഷണം കഴിച്ചിട്ട് നടക്കാൻ പോവാ. ഞാന് നടക്കാൻ പോവും. അപ്പൊ പിന്നെ അവിടെ പാലിന് വൈകുന്നേരം റാഗിയാ ചില ദിവസം കൊടുക്കണം. ഇന്ന് പാല് ഉച്ചക്ക് പാലിന് ഉറക്കം വന്നിട്ട് പാല് കുറച്ച് ചോറ് ഉച്ചയ്ക്ക്. കാരണം ഞാൻ പാലിന് അത്താഴം കഞ്ഞി അതിന് കൊടുക്കണം. അപ്പൊ ചേട്ടന് റവദോശയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും ബീട്രൂട്ടൊക്കെ ഇട്ട റവദോശയും സോയാ ചങ്ക്സ് കറിയാണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ കുറേശ്ശെ ഇട്ട് കഴിക്കണ ഇഷ്ടം. മതി 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 വിളമ്പിയത്. സാധാരണ ഞാൻ ചൂടോടെ ചുട്ടിട്ട് കൊടുക്കും. ഇവിടെ ഇരുന്നാ കഴിക്കണം. ഇന്ന് പാലു ഇരുന്ന. പിന്നെ ഇത് ഞാൻ വൈകുന്നേരം ചോറുണ്ണാറില്ല. എനിക്കും പേടിയാ പാലിന് ഇതായപ്പോ ഷുഗറൊക്കെ. ഇത് ഹെൽത്ത് മിക്സിന്റെ പൗഡർ ഞാൻ വാങ്ങിച്ചതാ. അത് ഇങ്ങനെ കുറുക്കി വെച്ചാൽ അത് ഇത്തിരി ഞാൻ കുടിക്കും. അത് തന്നെയാണ് എന്റെ അത്താഴം. എനിക്ക് ഭയങ്കര ജോയിന്റ് വേദനയും കാലുവേദനയൊക്കെ കാരണം ഞാനും ഒരു ഇതായാലും ഞാൻ അത്താഴം ഞങ്ങൾ കഴിക്കാറില്ല. എന്തെങ്കിലും പരാര കഴിക്കണം. അപ്പൊ ഇന്ന് ഞാൻ ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഞാൻ ചിലപ്പോ രാവിലെ ചിലപ്പോൾ ഇതുണ്ടാക്കി. ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ പൂർണ്ണ കൃഷിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ 12:30 ആയി. അപ്പൊ ഇത് അത്താഴത്തിന്
ഇതാണ് സെറ്റിൽസ്. അത് ചേട്ടനും ഇത്തിരി കൊടുക്കും, പാലുവിന് ഇത്തിരി കൊടുക്കും. ഇങ്ങനെ ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ, അപ്പൊ പാലുവിന് കഞ്ഞി കൊടുക്കണം. അപ്പൊ പാലുവിനെ കുടുക്ക കാണിച്ചു കൊടുക്കും. പൈസ ഉണ്ടെന്നതാ. പാലിന്റെ കുടുക്ക പൈസ ഉണ്ടതില്ല. അപ്പൊ ഇതിന് കൊടുക്കാൻ പറ്റില്ല, നല്ല ബലമല്ല. അപ്പൊ പാലുവിന് കഞ്ഞി കൊടുക്കാം. പാലുവിന് ഇത്തിരി നെല്ലിക്ക ചമ്മന്തി, ഇത്തിരി സോയയും കഞ്ഞി കൊടുക്കുക. വൈകുന്നേരം ചോറ് കൊടുക്കാറില്ല. ഇന്നവള് ഉച്ചക്ക് അവള് ഭയങ്കര ഉറക്കമാണോ എന്നും പറഞ്ഞ് വാശി പിടിച്ച് ഇച്ചിരി ചോറ് ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോളല്ല. സാധാരണ ഞാൻ അവള് തന്നെ വിളമ്പി വെച്ചോണ്ട് കഴിക്കണ കാരണം ഞാൻ കൊടുത്താൽ തന്നെ വൈകുന്നേരം ഇത്തിരി കഞ്ഞി കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ നെല്ലിക്ക ചമ്മന്തി അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ കാരണം ചമ്മന്തിയോ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇനി ഞാന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചത്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ വൈകി. അപ്പൊ ചേട്ടൻ എങ്ങനെയുണ്ട് സോയാക്കറി? എല്ലാരും കാപ്പി ഊണെല്ലാം കഴിഞ്ഞാ അതൊക്കെ കഴിച്ച് പിന്നെ ചേട്ടന് നടക്കാൻ പോകാൻ വേണ്ടിട്ടാണ്. ഞങ്ങള് 7:30 നാമഞ്ചേരി എഴുന്നേറ്റുമ്പോ കഴിക്കുന്നതാ. സമയം 8:30. ഇത്രയും വൈകാറില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം. അടുത്ത വീഡിയോയില് ചിലപ്പോ ആര്യ ഉണ്ടാവുമായിരിക്കും. ആര്യക്ക് ഇതാണ് ഇങ്ങനെ അവിടുത്തെ പണികൾ തീരണില്ല, ഓരോന്നിന്റെ പുറകെ ഓരോന്നായിട്ട്. അപ്പൊ ആര്യക്കും വന്ന് നിൽക്കാനൊന്നും പറ്റണില്ല. അതാണ് ശരിയല്ല. അവരുടെ അമ്മ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് അവള് ക്ലാസ് എടുക്കാൻ വരുമ്പോഴാണ് ഓടി വന്നിട്ട് ഓടിപ്പോവും. ഉണ്ണി വാ വാ ഉണ്ണി വാ വാ ഉണ്ണി വാവോ ഉണ്ണി വാ വാവോ ഉണ്ണി വനാവോ ഉണ്ണി വാ വാവോ ഉണ്ണി വാ വാവോ ഉണ്ണി കട്ടി ഫാറ്റി വായി. അവളെ കഴിക്കാതിരിക്കാനുള്ള നമ്പറുകളാണ് ഇറക്കിപ്പോ. അപ്പൊ നമുക്ക് ഈ പറ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പറ. അടുത്ത വീഡിയോ കാണാം. അത് ചേർത്ത് വരൂ ഓർക്കാം. പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. വീഡിയോ കാണണം. എല്ലാരും ഈ സബ്സ്ക്രൈബ് ഇതിൽ കിട്ടും. ഈ കുട്ടികളുടെ സാവത്തില് ഗോളങ്ങൾ കിട്ടും. എല്ലാരും കാണുമ്പോ നന്ദി നമസ്കാരം തന്നെ. നമസ്കാരം. നന്ദി പറഞ്ഞ നന്ദി നമസ്കാരം. അപ്പൊ ഗുഡ് നൈറ്റ്. നമ്മള് ദേവി ഹോസ്പിറ്റലിൽ ഞാൻ പെണ്ണോച്ചുണ്ട്. അപ്പൊ അത് വെച്ച് കഴിക്കും. അപ്പൊ എനിക്ക് നാണം വന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. തിശികനെ കണ്ടോ? സ്കൂളിലല്ലേ? അപ്പൊ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ പേര് തിശിക. ഒരു ദിവസം കാണിച്ചു കൊടുക്കാന്ന് പറയും. ഒരു ദിവസം കാണിച്ചു തരാൻ പറ തിശികനെ. ഒരു ദിവസം കാണിച്ചതാ. അപ്പൊ നന്ദി നമസ്കാരം. ഞാൻ പോയിക്കോളാ തന്നെ. എന്റെ അച്ഛൻ കൊണ്ടാക്കി തരും. പാലു പോണ ഏത് വണ്ടിയിലാണ്? സ്കൂൾ ബസിന്റെ പേരെന്നാ? ഈക്കോ വണ്ടി. ഈക്കോ വണ്ടി. ഈക്കോ വണ്ടിയിലാ? ഈക്കോ വണ്ടി അല്ല, ഈക്കോ വണ്ടി. എങ്ങനെയുണ്ട്? നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയാണോ അത്? അത് അടിച്ചിട്ട് വന്നില്ല. നല്ല പാവല്ല കൊച്ച ബേബിയാ. ബേബിയാണ്. ബേബി ഉറങ്ങട്ടെ. പാലിന് വിഷ് കഴിഞ്ഞിട്ട് കിട്ടിയ പൈസയൊക്കെയാണ് അതിനകത്തുള്ളത്. അടുത്തെങ്കിലും വീഡിയോ കാണാൻ പറ. വീഡിയോ എടുത്തോണ്ടേ ഇരിക്കണം. അവർക്ക് വെക്കാൻ കഴിയില്ല. അതാണ് നമ്മള് അത് തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്. അവർക്ക് ഉറങ്ങാൻ പോണവർക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.
അപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഒത്തിരി നേരം പാലിന്റെ വീഡിയോ ഇങ്ങനെ നിറയെ നീട്ടോണ്ട് അവര് കാണില്ല. ഇന്നലെ ഞങ്ങള് കടയിൽ പോയപ്പോ ഒരു ഫാമിലി ഇതുപോലെ അവരുടെ ഹസ്ബൻഡും അവരുടെ ഇവിടെ ഇൻസ്റ്റയിലെ നൈറ്റി കടയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നെ. അപ്പൊ അവിടെയുള്ള ആ ചേട്ടൻ പറയാ പാലുവിനെ കണ്ടപ്പോ ഇവള് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ പാലില്ല. അവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ ഇവളുടെ വീഡിയോ 12 മണിക്കൊക്കെ ഇത് കാണും. അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞ കിടത്തണത് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് മോള് ലണ്ടനില്ല. മോളവിടുന്ന് വീഡിയോ കോൾ വിളിച്ച് പാലുവിനെ കണ്ട് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. പാലുവിനൊക്കെ ഇത്രയും സ്നേഹിക്കുക, ആരെയും ഇത്ര സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോ നമ്മളെയൊക്കെ ഇത്ര സ്നേഹിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞങ്ങള് കടയിൽ പോയപ്പോ ഉണ്ടായതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാരണം കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. അത് കാണുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷം. അപ്പൊ എല്ലാത്തിനും കാരണം നിങ്ങളാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ഇടാൻ പറ്റില്ല. പാലിന്റെ കൂടെയുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ്. അടുത്തൊരു വീഡിയോയില് നമ്മൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പൊ പിന്നെ എല്ലാരും ഓർക്കണം, നമ്മള് ഡിക്ക് ചെയ്യണം എല്ലാവരും. ചിലപ്പോ അടുത്ത ആഴ്ച വരുമായിരിക്കും ദിബില്. ഇവിടെ ദിബില് ഇടിക്കാൻ വരുമെന്ന്. അപ്പൊ നമ്മളെ ഇടിക്കാൻ വരും, ദിബിൽ ഇടിക്കാൻ വരും. അപ്പൊ ചിലപ്പോ ജീബിലായിരിക്കും അല്ലേ? ഇവിടെ ഇങ്ങനെ ചോട്ടുവോ, നമുക്ക് ഇവിടെ ഇങ്ങനെ ജീപ്പി കേടുവോ, ഇങ്ങനെ വണ്ടി കേടുവോ, ജീപ്പിൽ കേടുവോ, വണ്ടിയിൽ കേടുവോ, ഓട്ടോറിക്ഷയിൽ കേടുവോ, ബൈക്കിൽ കേടുവോ. ശരി, പിന്നെ അടുത്ത വീഡിയോ കാണാന്ന് പറയാം. അടുത്ത വീഡിയോക്ക് കാണാം. വിശേഷങ്ങൾ അപ്പൊ പറയാന്ന് പറയാം. എപ്പോ വരാട്ടാ. ശരി, ബൈ ബൈ. നമസ്തേ. നമസ്കാരം പറ. താങ്ക് യു. താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു. നമസ്തേ. നമസ്തേ. നമ്മൾ എല്ലാവർക്കും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇത് വീഡിയോ കാണാം കേട്ടോ. ഇതിൽ നമ്മൾ ഹോള് ചെയ്യാം. എല്ലാവർക്കും പാലുവിന്റെ വിഷ് കഴിഞ്ഞിട്ട പൈസ ഇത് കൊടുക്ക. ഇതാണ് കൊടുക്ക. ശരി ശരി, നമുക്ക് കാണാം.